നമസ്കാരം. മരുഭൂമിയുടെ നിശബ്ദതയിൽ ഒരിക്കൽ കേട്ടത് കാറ്റിന്റെ ശബ്ദം മാത്രമായി. ഇന്നത് മിസൈലുകൾ കൊണ്ട് പിളർന്ന ആകാശത്തിന്റെ നിലവിളിയാണ്. ഗൾഫ് മേഖലയുടെ ചൂടേറിയ മണലിൽ രക്തത്തിന്റെ ചുവപ്പ് പടരുമ്പോൾ യുദ്ധം ഒരു വാർത്തയല്ല, ഒരു തീരാവേദനയായി മാറുകയാണ്. ഇറാൻ നടത്തുന്ന തിരിച്ചടികളുടെ ഇടിമുഴക്കങ്ങൾ അതിർത്തികൾക്കപ്പുറം മാത്രം നിൽക്കാതെ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പൊട്ടിത്തെറി തുടങ്ങി കഴിഞ്ഞു. കുടുംബത്തെ സ്വപ്നങ്ങളിൽ മാത്രം കാണുന്ന പ്രവാസികൾക്കെല്ലാം യുദ്ധം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, അത് അവരുടെ ജീവിതത്തിന്റെ നൂൽപ്പാലം വിച്ഛേദിക്കുന്ന വലിയ ഭീതിയാണ്. ഓരോ സൈറൻ ശബ്ദവും അവരുടെ ഹൃദയമിടിപ്പിനെ കുത്തനെ ഉയർത്തുന്നു. ഓരോ മിസൈൽ ആക്രമണ വാർത്തയും അവരുടെ സ്വപ്നങ്ങളെ തകർക്കുന്നു. അനിശ്ചിതത്വത്തിന്റെ കാറ്റ് അവരെ ചുറ്റുമ്പോൾ സുരക്ഷിതത്വം എന്ന വാക്ക് മറുപടിയില്ലാതെ നിൽക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ യുദ്ധത്തിന്റെ കാട്ടുതീ പടരുമ്പോൾ ഇന്ത്യക്കും അതീവ ദുഃഖത്തിന്റെ, നഷ്ടത്തിന്റെ, ഭീഷണിയുടെ, ഭയത്തിന്റെ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിലെ കെസാദ് വ്യവസായ മേഖലയ്ക്കു സമീപം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ടിടത്ത് വൻ തീപിടുത്തമുണ്ടായി. യുടെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തകർത്തുവെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ സിവിൽ ഡിഫൻസ് വിഭാഗം തീ പൂർണ്ണമായും അണച്ചതായും മേഖലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. മധ്യ ഇറാനിലെ ഖൊണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രയേൽ ബോംബിട്ടു. ആളപായമോ ആണവ വികിരണ ഭീഷണിയോ ഇല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തിരിച്ചടിയായി യുഎസിന്റെയും ഇസ്രയേലിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാൻ മുഴക്കിക്കഴിഞ്ഞു. യുഎസ് ഇസ്രയേൽ പക്ഷ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചോ ഉള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്നാണ് ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്കു കപ്പലുകൾ ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ അനുമതിയോടെ മാത്രം കടത്തിവിടുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കിയെന്നും ആക്ഷേപമുയർന്നു. സുരക്ഷാ പരിശോധനയ്ക്കു ശേഷം മാത്രം കപ്പലുകൾ കടത്തിവിടുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമുദ്ര ഗതാഗത അതോറിറ്റിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. കപ്പൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മുൻകരുതൽ നടപടിയാണ് ഇത് എന്നാണ് വിശദീകരണം. ഇതിനായി ചരക്കു കപ്പലുകൾ ഇറാന്റെ സമുദ്ര മേഖലയിൽ പ്രവേശിച്ച് സേനയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് തിരിയേണ്ടത്. ടോൾ ബൂത്തിന് തുല്യമായ സമ്പ്രദായമാണിത്. യുദ്ധം ആരംഭിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര ഗതാഗതം 90% കുറഞ്ഞു. മാർച്ച് 1 ശേഷം എണ്ണ ടാങ്കറുകളുടെ ചരക്കു കപ്പലും അടക്കം 150 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയതെന്ന് കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് പറയുന്നു. യുദ്ധത്തിന് മുൻപും പ്രതിദിനം നടന്നിരുന്ന ഏകദേശ ഗതാഗതമാണിത്. അതേസമയം ഖാർഗ് ദ്വീപിലെ ടെർമിനലിൽ നിന്നുള്ള ഇറാന്റെ ക്രൂഡ് കയറ്റുമതി തടസ്സമില്ലാതെ യുദ്ധകാലത്തും തുടരുകയാണ്. ഇറാനെതിരെയുള്ള പാശ്ചാത്യ ഉപരോധം വകവയ്ക്കാത്ത ചൈനയിലെ റിഫൈനറികൾക്കാണ് ഇതിലേറെയും കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ കടത്തിവിട്ട പല കപ്പലുകൾക്കും ഫീസ് ചുമത്തിയെന്നാണ് ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് ആരോപിക്കുന്നത്. നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലമായും ചില കപ്പലുകൾ കടന്നുപോയി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. ടോൾ ബൂത്ത് സംവിധാനം സ്ഥിരമാക്കാനാണ് ഇറാൻ നീക്കമെന്നും ഇത് രാജ്യാന്തര നിയമ ലംഘനമാണെന്നും ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ആരോപിച്ചു. കപ്പലുകൾക്ക് ഫീ ചുമത്തുന്നതിനുള്ള നിയമനിർമ്മാണം പുരോഗമിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശക്തികളുടെ ഏറ്റുമുട്ടലല്ല, ഇപ്പോൾ മനുഷ്യാവബോധത്തിന്റെ പരാജയമാവുകയാണ്. യുദ്ധത്തിൽ ജയിക്കുന്നവരില്ല, നഷ്ടപ്പെടുന്നത് മനുഷ്യരുടെ സ്വപ്നങ്ങളും ഭാവിയും മാത്രമാണ്. ഓരോ ബോംബും പൊട്ടുമ്പോൾ അത് ഒരു കുടുംബത്തിന്റെ ചിരി കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ഗൾഫ് ഒരു യുദ്ധഭൂമിയായി മാറുമ്പോൾ പ്രവാസികളുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിനായുള്ള പ്രാർത്ഥനകൾ ഉയരുകയാണ്. അവരുടെ കണ്ണുകളിൽ ഭയം മാത്രമല്ല, ഒരു പ്രതീക്ഷയുമുണ്ട്. നാളെ ഈ ഇടിമുഴക്കങ്ങൾ നിശബ്ദമാകുമെന്ന്, മരുഭൂമിയുടെ കാറ്റ് വീണ്ടും ശാന്തത പകരുമെന്ന്. എന്നാൽ ആ ദിവസം എത്തും വരെ യുദ്ധമനുഷ്യന്റെ മനസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഭയം തുടരുന്നു. രക്തത്തിന്റെ മഷിയിൽ, കണ്ണുനീരിന്റെ വരികളിൽ അത് എഴുതപ്പെടുകയാണ്.